Shruti. Hope you all are fine. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡത്തെ ഇംഗ്ലീഷത്തെ ഹണിസക്കിൾത്തെ 8th പോയം വൊക്കേഷൻ. ഇതിൽ പറയുന്നത് ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. When the gong sounds 10 in the morning and I walk to school by our lane. ഒരു വലിയ ഗോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബെൽ, ആ ബെൽ അടിക്കുമ്പോൾ നല്ല ആ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു 10 in the morning, രാവിലെ ഒരു 10 മണി ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ലെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, സ്ട്രീറ്റിലൂടെ നടന്നു പോവും. എൻ്റെ സ്ട്രീറ്റിലൂടെ ഞാൻ നടന്ന് സ്കൂളിലേക്ക് പോകും. എവറി ഡേ ഐ മീറ്റ് ദ ഹോക്കർ ക്രൈയിങ് ബാംഗിൾസ്, ക്രിസ്റ്റൽ ബാംഗിൾസ്. എല്ലാ ദിവസവും ഞാൻ ഒരാളെ കാണും. അയാൾ ആരാണ്? ഒരു ഹോക്കർ. ഹോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരാൾ, അതായത് സാധനങ്ങൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കും, സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ കയ്യിലുള്ള സാധനങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുപ്പിവള വിൽക്കുന്ന, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ്, അപ്പോൾ ക്രിസ്റ്റൽ ബാംഗിൾ എന്ന് പറഞ്ഞാൽ കുപ്പിവള വിൽക്കുന്നത് കാണാറുണ്ട്. അയാൾ ഇങ്ങനെ കത്തി പറഞ്ഞുകൊണ്ടിരിക്കും, ബാംഗിൾസ്, ക്രിസ്റ്റൽ ബാംഗിൾസ്. There is nothing to hurry him on. There is no road he must take, no place he must go to, no time when he must come home. അയാൾക്ക് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നേ ഇല്ല, വേഗം പോകണമെന്നില്ല, അയാൾക്ക് ഇന്ന സമയത്ത് വീടെത്തണമെന്നില്ല, ആരും അയാളെ ഒന്നും അറിയില്ല. ഇന്ന റോഡിൽ കുറേ നേരം നിൽക്കരുതെന്നും ഒന്നും അയാളെ ആരും പറയില്ല. I wish I were a hawker spending my day in the road crying bangles, crystal bangles. അപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ ഒരു ഹോക്കർ ആയാൽ മതി, ഇങ്ങനെ റോഡിൽ നടന്നിട്ട് ബാംഗിൾസ്, ക്രിസ്റ്റൽ ബാംഗിൾസ്, കുപ്പിവള എന്ന് പറഞ്ഞ റോഡിൽ നടന്നാൽ മതി എനിക്ക് എന്ന് ആഗ്രഹിച്ചു. Then at 4 in the afternoon I come back from the school. I can see through the gate of that house the gardener digging the ground. Okay. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ ഒരു വീടിൻ്റെ ഗേറ്റിൽ കൂടെ എനിക്ക് കാണാം ഒരാൾ ആ വീട്ടിലെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഡിഗിങ് പറഞ്ഞാൽ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. കുഴി തോണ്ടുക അത് ഞാൻ കാണാറുണ്ട്. He does what he likes with his spade. He soils his clothes and dust with dust. Nobody takes him to task if he gets baked in the sun or gets wet. Okay. അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ളത് അയാളുടെ സ്പേഡ് വെച്ചിട്ട് ചെയ്യും. സ്പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂൾ, ഈ കുഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ സ്പേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അയാൾക്ക് ചെയ്യാം മണ്ണിൽ. പിന്നെ അയാളുടെ ഡ്രസ്സിൽ ചളിയാക്കിയാലും ആരും ഒന്നും പറയില്ല അയാളെ. പിന്നെ ചൂടിൽ നിന്ന് ഭയങ്കര ചുട്ട് പൊള്ളി വെന്താലും മഴയത്ത് നനഞ്ഞ് ഫുള്ളും കുതിർന്ന ആരും ഒന്നും അയാളെ പറയില്ല. I wish I were a gardener. അപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്കൊരു ഗാർഡനർ ആയാൽ മതിയായിരുന്നു. ഇങ്ങനെ കുഴി തോണ്ടിക്കൊണ്ടേ എൻ്റെ ദിവസം മൊത്തം തീർക്കുന്ന ഒരു ഗാർഡനർ. എന്നാരും ജോലി നിർത്താൻ ഒന്നും പറയാണ്ട് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായാൽ മതിയായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞു. Just as it gets dark in the evening and my mother sends me to bed, I can see through my open window the watchman walking up and down. അപ്പോൾ ഒരു സമയമൊക്കെ ഇരുട്ടി നല്ല ഡാർക്കായി കഴിഞ്ഞ എൻ്റെ അമ്മ എന്നെ ബെഡിലേക്ക് പോയി കിടന്നുറങ്ങാൻ വേണ്ടി എന്നെ അയക്കും.
അയക്കുമ്പോൾ ഞാൻ എൻ്റെ വിൻഡോയിൽ കൂടി എനിക്ക് കാണാം, എൻ്റെ ജനാലയിൽ കൂടി ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാം ഒരു വാച്ച്മാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും രാത്രിയായി കഴിഞ്ഞാൽ കാണാറുണ്ട് എന്ന് പറയും. The lane is dark and lonely and the street lamp stands like a giant with one red eye in its head. Lane, അപ്പോൾ ആ സ്ട്രീറ്റൊക്കെ ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ടാവും. അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു വലിയ അയാളിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാം. ഒരു വലിയ സ്ട്രീറ്റ് ലാമ്പ്, നമുക്ക് എല്ലാ സ്ട്രീറ്റിലും കാണാനുണ്ടാവും ഒരു സ്ട്രീറ്റ് ലാമ്പ്. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മുകളിൽ ഒരു വലിയ ജെയിൻറ്റ് ഐ, ഒരു വലിയ റെഡ് ഐയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാം നമുക്കൊരു ചെറിയ ലൈറ്റ്. അതിൻ്റെ റെഡ് ഐ എന്ന് പറയുന്നൊരു ജെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോൺസ്റ്റർ പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് മീൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. The watchman swings his lantern and walks with his shadow at his side and never once go to bed in his life. I wish I were a watchman walking the street all night chasing the shadows with my lantern. എനിക്കൊരു വാച്ച്മാൻ ആയാൽ മതിയായിരുന്നു. ലാൻഡേൺ പറഞ്ഞാൽ വിളക്ക്, ലാമ്പൊക്കെ പറയില്ല, അത് തന്നെയാണ്. അതിനിങ്ങനെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കും അയാൾ. ഓക്കെ, ഇങ്ങനെ സ്വിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കും. അപ്പോൾ അയാളുടെ ഷാഡോ സൈഡിൽ ഇങ്ങനെ പോകുന്നത് കാണാം. രണ്ട് സൈഡിൽ ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ കൂടെ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. നെവർ ഓക്കെ, അയാളുടെ ലൈഫിൽ ഉറങ്ങാൻ പോയിട്ടേ ഇല്ല, കാരണം രാത്രിയാണല്ലോ അയാൾ വർക്ക് ചെയ്യുന്നപ്പോൾ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ ആഗ്രഹം എന്താണ്? എനിക്കൊരു വാച്ച്മാൻ ആയാൽ മതിയായിരുന്നു. ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഒറ്റയ്ക്ക് നടന്ന് ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ മതി, എൻ്റെ ലാൻഡേണിൻ്റെ വിളക്കം വെച്ചിട്ട് ഇങ്ങനെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. A poem by poet Rabindranath Tagore. Thank you.